ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിലെത്താൻ സാധ്യത തേടി ബിഡിജെഎസ് ബിജെപിയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി. എന്നാൽ ചർച്ച നടത്തിയെന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. എൻഡിഎയിൽ നിന്ന് പരിഗണന കിട്ടാത്തതിനാൽ അതൃപ്തിയുണ്ടെന്നും തുഷാർ പറഞ്ഞു. എൻഡിഎ സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടും മുന്നണി മര്യാദ പാലിക്കാത്ത ബിജെപി നേതൃത്വത്തിനെതിരെ കടുത്ത മുന്നറിയിപ്പാണ് ബിഡിജെഎസ് നേതൃത്വം നൽകിയത്. സമരങ്ങളെല്ലാം ബിജെപി ഹൈജാക്ക് ചെയ്യുന്നു, വേണ്ടത്ര പരിഗണന ബിഡിജെഎസിന് നൽകുന്നില്ല. ഈ നിലപാടുകളിലെല്ലാം കടുത്ത അതൃപ്തിയുണ്ടെന്നും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് താമസിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞത് പല മാസങ്ങൾ വെയിറ്റ് ചെയ്തു, പലതും നടക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇടത് വലത് മുന്നണികളുടെ ഞങ്ങളോട് ഉണ്ടായിട്ടുള്ള അവഗണന കൊണ്ടാണല്ലോ ഇങ്ങനൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാൻ തന്നെ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ ആരുടെയും അവഗണന സഹിക്കേണ്ട ആവശ്യം നമുക്കില്ല, അത്രേ ഉള്ളൂ. പരിഗണന നൽകിയില്ലെങ്കിൽ ഇടമുള്ള മുന്നണിയിൽ ഇടം തേടാനാണ് ബിഡിജെഎസ് നീക്കം. സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങളാണ് ബിഡിജെഎസ് നടത്തുന്നത്. നഖശികാന്തം എതിർത്തിരുന്ന കെപിസിസി അധ്യക്ഷൻ VM സുധീരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കാര്യങ്ങൾ എളുപ്പത്തിലാകും. എന്നാൽ ഇത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുമായി വെള്ളാപ്പള്ളി നടേശൻ പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി അധികാരത്തിലേക്ക് എത്തുവാനുള്ള വഴികളാണ് ഉമ്മൻചാണ്ടി നോക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയെയും ബിഡിജെഎസിനെയും ഒപ്പം കൂട്ടുന്നത്. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ BJP പാർലമെന്റ് പാർട്ടി യോഗം വൈകിട്ട്. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിലെങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് വിവരം. ഇതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, UPയിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിക്കാണുമോ? വിവരങ്ങൾ. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഇപ്പോൾ ലക്നൌ മേയറും അതോടൊപ്പം പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനും സവർണ വിഭാഗത്തിന്റെ വലിയൊരു പിന്തുണയുള്ള നേതാവ് കൂടിയായ ദിനേശ് ശർമ്മയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചേക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ പാർട്ടിയുടെ വിജയം ഉറപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ നരേന്ദ്രമോദി ഈ ലക്നൌ മേയർ കൂടിയ ദിനേശ് ശർമ്മയുടെ ബയോഡേറ്റയും മറ്റും അവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതെല്ലാം അന്തിമ തീരുമാനവും പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർദ്ദേശവും എല്ലാം വയ്ക്കേണ്ടത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ തീരുമാനത്തിനപ്പുറം മറ്റൊന്നും പാർട്ടിക്കകത്ത് ഉയർന്നു വരാനും സാധ്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗ നേതാവായ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് പകരം ദിനേശ് ശർമ്മയെ തന്നെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് പിന്നാക്ക വിഭാഗ നേതാവ് കൂടിയ കേശവ് പ്രസാദ് മൗര്യയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവി ഒരു പിന്നോക്ക വിഭാഗ നേതാവിനും അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനം സവർണ വിഭാഗം പ്രത്യേകിച്ച് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനും കൊടുക്കുക എന്ന നിർദ്ദേശമാണ് നരേന്ദ്രമോദി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 6 മണിക്കാണ് BJP പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ ചേരുക. ഈ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനവും കൈക്കൊള്ളുക. അതേസമയം മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിനുള്ള ചടുല നീക്കങ്ങൾ BJP നടത്തുകയാണ്. ഗോവയിൽ 13 സീറ്റുകളാണ് BJP നേടിയിരിക്കുന്നത്. 21 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഗോവയിൽ മനോഹർ പരീക്കറിന്റെ ദൂതന്മാർ മറ്റും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ച കക്ഷികളുമായി ചർച്ച നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുകൂടാതെ മണിപ്പൂരിൽ കേവല ഭൂരിപക്ഷം നേടുന്നതിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തുന്നതിനും BJPയുടെ ദൂതന്മാർ മറ്റും മണിപ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു നാളിലും 0 സീറ്റ് ഉണ്ടായിരുന്ന BJP പൊടുന്നനെ 23 സീറ്റിലേക്ക് വളർന്നിരുന്നു. ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിന് കൂടിയാണ് BJP ശ്രമിക്കുന്നത്. രാജ്യസഭയ്ക്ക് പുറമെ നിയമസഭയുടെ കൂടി പിന്തുണ പല ബില്ലുകൾ പാസാക്കുമ്പോഴും പല ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിവരും. ഈ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലും ഗോവയിലും കൂടി ദയവായി തുടരുക. ഇപ്പോൾ മുലായം സിംഗ് യാദവിന്റെ വാർത്താ സമ്മേളനം തത്സമയം. മനുവിലേക്ക്. മണിപ്പൂരിൽ കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റുകൾ നേടിയത്, പക്ഷേ കേവല ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ BJP സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. BJPക്ക് അനുകൂലമായുള്ള ഒരു നീക്കമാണോ മറ്റ് ചെറുകക്ഷികളിൽ നിന്നും മറ്റും ഉണ്ടാകുന്നത്? വിവരങ്ങൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ നിലവിലെ ഗോവയിലെ അവസ്ഥ വെച്ച് തന്നെ നോക്കുമ്പോൾ
ഗോവയിൽ 17 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. 4 പേരുടെ ഭൂരിപക്ഷം കൂടി മാത്രം മതി കോൺഗ്രസിനെ സംബന്ധിച്ച് സർക്കാർ രൂപീകരിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവ ഫ്രണ്ട് പാർട്ടി അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുടെ ഒക്കെ പിന്തുണ നേടാൻ BJP വലിയൊരു നീക്കം നടത്തുന്നുണ്ട്. അവരുടെ പിന്തുണ കൂടി ലഭ്യമായാൽ BJPക്ക് ഒരുപക്ഷെ ഗോവയിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പക്ഷേ മണിപ്പൂരിലാകട്ടെ ഏകദേശം സർക്കാർ രൂപീകരണം BJP ഉറപ്പിച്ച മട്ടാണ്. അത്തരത്തിലുള്ളൊരു നീക്കമാണ് മണിപ്പൂരിൽ പുരോഗമിക്കുന്നത്. 21 സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. ഇതിൽ തന്നെ 2 പ്രാദേശിക കക്ഷികൾ ഇന്നലെ വൈകിട്ടോട് തന്നെ BJP സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു. 4 സീറ്റുകൾ വീതമുള്ള പാർട്ടികളാണ് മണിപ്പൂരിലുള്ളത്. ഈ 2 പാർട്ടികളും പിന്തുണച്ചാൽ സ്വാഭാവികമായും 29 സീറ്റുകൾ BJPക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റു കേവല ഭൂരിപക്ഷത്തിനുള്ള 3 സീറ്റുകൾ സ്വതന്ത്രരെ കൂടി മുൻനിർത്തി ചർച്ച നടത്തി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചതിന് ശേഷം മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് അവസരമൊരുങ്ങും. അത്തരമൊരു നീക്കമാണ് നടത്തുന്നത്. ചരിത്രത്തിലാദ്യമായി മണിപ്പൂരിൽ BJP ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വടക്കുകിഴക്കൻ മേഖലയിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ BJP കളമൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനവും അന്തിമ നീക്കവും എന്ത് എന്ന് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഏകദേശ രൂപം മനസ്സിലാക്കും. മനു, പഞ്ചാബിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാണോ? അമരീന്ദർ സിംഗ് ബുധനാഴ്ച സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. പഞ്ചാബിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി. പഞ്ചാബിൽ സ്വാഭാവികമായും ഇനി നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് തന്നെ നിർദ്ദേശിച്ചിരുന്നു അമരീന്ദർ സിംഗ് ആണെന്ന്. നിയമസഭാ കക്ഷി നേതാവായി അമരീന്ദർ സിംഗിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തതാണ്. അതിനാൽ തന്നെ ഇനി നിയമസഭാ കക്ഷി ഒരു യോഗം ചേരുകയും സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുക എന്ന സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത്. നാളെ ഹോളിയും മറ്റു ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ബുധനാഴ്ചയോ മറ്റോ സർക്കാർ രൂപീകരണത്തിനും മറ്റു നീക്കങ്ങളും ഗവർണറെ കാണുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് അമരീന്ദർ സിംഗും കോൺഗ്രസ് നേതൃത്വവും മറ്റും കടന്നേക്കും എന്നൊരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ നവജോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം വലിയൊരു വിജയമായി കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് സാഹചര്യത്തിൽ മനുശങ്കർ, യുപിയിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാനുള്ള BJPയുടെ യോഗം അല്പസമയത്തിനകം ചേരും. ദില്ലിയിൽ നിന്ന് വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് വീണ്ടും തെളിഞ്ഞു. കേന്ദ്ര ഭരണതലത്തിൽ RSS കേരളത്തിൽ ആക്രമണം നടത്തുകയാണെന്നും കോടിയേരി പാലക്കാട് വ്യക്തമാക്കി. BJP ഭരിച്ച സ്ഥലത്ത് ജനങ്ങൾ BJPക്കെതിരെ, കോൺഗ്രസ് ഭരിച്ച സ്ഥലത്ത് കോൺഗ്രസിനെതിരെ, സമാജ്വാദി പാർട്ടി ഭരിച്ച സ്ഥലത്ത് സമാജ്വാദി പാർട്ടിക്കെതിരെ, ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് 5 സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചതായിട്ട് കാണുന്നത്. കാരണം കോൺഗ്രസ് ഇവിടെ തകരുകയാണ്. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തോൽക്കുന്നു. അവരുടെ ഭരണത്തിനെതിരായിട്ട് ജനവികാരം ഉയരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ ഗൂണ്ടായുസം ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ അവർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് കേട്ടോ. ഇല്ലില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20-കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലന ആശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ മോളിപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് മരണപ്പെട്ട അവളോട് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനെയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജല ക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് പ്രദേശവാസികൾ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടുകയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ? ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാൾ ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. തിരക്ക് പിടിച്ച മുംബൈയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പതിവ് കാഴ്ചയാണ് സ്പോർട്സ് ഫോട്ടോകൾ എടുത്ത് നൽകുന്ന ഫോട്ടോഗ്രാഫർമാർ. ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ ഹരമായിരുന്ന ടെക്നോളജിക്ക് സ്മാർട്ട് ഫോണുകളുടെ വരവോടെ പ്രിയം കുറഞ്ഞു. ഇതോടെ തകിടം പറഞ്ഞത് കുറെ പേരുടെ ജീവിത സ്വപ്നങ്ങളാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കം എന്ന ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തെ മലയാളികൾ അത്ര പെട്ടെന്ന് മറന്നു. ഊട്ടിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ സഞ്ചാര മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത് ഉപജീവനം നടത്തുന്ന നിശ്ചൽ എന്ന ഫോട്ടോഗ്രാഫർ. മുംബൈയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലും മലയാളികളടക്കം ധാരാളം പേർ ഉപജീവനം നടത്തിയിരുന്നത് ഇങ്ങനെ ഫോട്ടോയെടുത്താണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും ഡിജിറ്റൽ കടന്നുകയറ്റവും ഇവരുടെ ബിസിനസ്സിനെ തകിടം മറിച്ചെന്ന് പറയാം. എന്നിട്ടും ഗേറ്റ്വേ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും 300-ലധികം ഫോട്ടോഗ്രാഫർമാർ തങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് ഉല്ലാസത്തിനായി എത്തുന്നവരുടെ അപൂർവ നിമിഷങ്ങളുടെ ഫോട്ടോകൾ സമ്മാനിച്ചാണ്. തീവ്രവാദ ആക്രമണത്തിന് ശേഷമാണ് ഇവരുടെയെല്ലാം മുംബൈ ജീവിതം ദുസ്സഹമായത്. സുരക്ഷയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങളിൽ നിബന്ധനകൾ കർക്കശമായപ്പോൾ പലരുടെയും വരുമാനത്തിന്റെ ഒരു ഭാഗം ചോർന്നുകൊണ്ടിരുന്നു.
ഗേറ്റ്വേയുടെ പശ്ചാത്തലത്തിൽ കൂട്ടത്തോടെ നിന്ന് സെൽഫി എടുത്ത് ബ്ലൂടൂത്ത് വഴിയും വാട്സപ്പ് വഴിയും ചിത്രങ്ങൾ കൈമാറുന്ന തലമുറയ്ക്കും ഇവരെ കാണുമ്പോൾ പുച്ഛമാണ്. എന്നിരുന്നാലും ഇച്ഛാശക്തി കൈവിടാതെ ഇവരെല്ലാം അന്നന്നത്തെ അന്നത്തിനായി പാടുപെടുകയാണ് ഇവിടെ. ഡിജിറ്റൽ ടെക്നോളജി ബാക്കിവെച്ച പ്രായം ചെന്നവരെയും ഗ്രാമവാസികളെയും തെരഞ്ഞുപിടിച്ചാണ് പുതിയ കസ്റ്റമർ ബേസ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഫോട്ടോ എടുത്താൽ കിട്ടുന്നത് 30 രൂപയാണ്. പണ്ടൊക്കെ മാസം 500 ഫോട്ടോകൾ വരെ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിലും മാറിയ കാലത്ത് സീസണുകളിൽ പോലും 300 ഫോട്ടോകൾ തികയാറില്ലെന്ന് ഇവർ പരിതപിക്കുന്നു. ഉപജീവനമാർഗം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാത്തിരിക്കുന്ന ഉറ്റവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്ക് വേണ്ടി നഗരത്തിലെ വിനോദസഞ്ചാരികളുടെ മുഖങ്ങൾ തേടുകയാണിവർ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സിയാലിനെ മാതൃകയാക്കി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മാണം പൂർത്തിയായ 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ വിമാനത്താവളം 6 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ സിയാൽ സർക്കാരിന് ഊർജ്ജം പകരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ലാഭം സ്വകാര്യവൽക്കരിക്കുകയും നഷ്ടം സാമൂഹ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പതിവ് രീതിക്ക് വിരുദ്ധമാണ് സിയാൽ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിയാൽ വിജയിച്ചതിലൂടെ പുതിയ രംഗത്തേക്ക് കടക്കാൻ നമുക്ക് ഊർജം ലഭിച്ചിരിക്കുക. 6 മാസം കഴിയുമ്പോൾ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ ടെർമിനലിൽ ആദ്യമായെത്തിയ ജെറ്റ് എയർവേസ് വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള 4 വരിപ്പാതയുടെയും മേൽപ്പാലത്തിൻ്റെയും വിപുലീകരിച്ച സൗരോർജ്ജ പ്ലാന്റിൻ്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. മന്ത്രിമാരായ തോമസ് ഐസക്, മാത്യു ടി തോമസ്, VS സുനിൽകുമാർ, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട മെത്രാൻ കായലിൽ വിത്തെറിഞ്ഞ് വിളവെടുപ്പ് നടത്തി ഇടത് സർക്കാർ. കർഷകർക്ക് ഇത് ആത്മാഭിമാനത്തിന്റെ നിമിഷം. ഉടമസ്ഥതയിലുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാൻ കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ടൂറിസം പദ്ധതിക്കായി ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട മെത്രാങ്കായലിൽ 8 വർഷത്തിന് ശേഷം LDF സർക്കാർ മുൻകൈയെടുത്താണ് വിത്തെറിഞ്ഞത്. 404 ഏക്കർ പാടശേഖരത്തിൽ 313 ഏക്കറിലായിരുന്നു കൃഷി. ഇതിൽ 24 ഏക്കർ കർഷകരുടെയും ബാക്കി ഇടതു യുവജന സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയുമാണ്. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, VS സുനിൽകുമാർ, നടൻ ശ്രീനിവാസൻ, K സുരേഷ് കുറുപ്പ് MLA എന്നിവരാണ് കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകിയത്. ഉടമസ്ഥതയിലുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാങ്കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മെത്രാങ്കായൽ കൃഷിക്ക് വേണ്ടി പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ ഗുഡ് സർവീസ് സെന്റർ നൽകി ആദരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വരുന്ന വർഷവും ഞങ്ങളിവിടെ കൃഷി ഇറക്കും. വരുന്ന വർഷം കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉടമസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ, ഈ കായലിന്റെ പേര് ഇപ്പോൾ മെത്രാൻ കായലാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഈ കായലിന്റെ പേര് സർക്കാർ കായൽ എന്നാക്കി മാറ്റുമെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനാവശ്യമായ നിയമങ്ങളിലൂടെ തന്നെ നടപടിയെടുക്കും. മെത്രാങ്കായലിൽ നിന്നും വിളവെടുപ്പിലൂടെ 9,000 കിൻഡൽ നെല്ല് ലഭിച്ചാൽ 6,120 കിൻഡൽ അരിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇത് മെത്രാൻ ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലെത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മെത്രാൻ ബ്രാൻഡിന്റെ ലോഗോ പ്രകാശനം നടൻ ശ്രീനിവാസൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് K സുരേഷ് കുറുപ്പ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അരിക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭക്ഷ്യശേഖരത്തിൽ വൻ മുതൽക്കൂട്ടാകും മെത്രാങ്കായലിലെ വിളവെടുപ്പ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങളാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റിറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റീറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017 ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്.
ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്, ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിലെ മുഫ്സിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ C. പള്ളിയത്തു ശ്രീധരൻ, ചെയർമാൻ P. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതിക്കും പഠന സ്കോളർഷിപ്പിനും വാർഷിക ആഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17 നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K. പോൾ തോമസ് അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്.